ശബരിമലയിൽ സ്ഥാപിക്കാനുള്ള മണിയും സ്വർണ്ണവാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോട്ടയത്തെ ഇളമ്പള്ളി ക്ഷേത്രത്തിലും എത്തിച്ച് പൂജ നടത്തി. വാതിലിന് സ്വീകരണം നൽകിയ പരിപാടിയിൽ നടൻ ജയറാമും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും പങ്കെടുത്തു. പരിപാടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതേസമയം ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണ്ണം പൂശാൻ പണം മുടക്കിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി വ്യവസായിയുടെ സഹോദരൻ രംഗത്തെത്തി. 2019 മാർച്ച് 10-നാണ് ക്ഷേത്രത്തിൽ വാതിലുകൾ കൊണ്ടുവന്നത്. ശബരിമലയിൽ സ്ഥാപിക്കാനുള്ള മണികൾ എത്തിച്ചത് 2017-ൽ. മുഖ്യ സ്പോൺസറായി എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019-ൽ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ തങ്കവാതിലുകൾക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. നടൻ ജയറാമും അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും പരിപാടിയിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് വളരെ ആൾക്കൂട്ടമായിരുന്നു. ഭയങ്കര ഒരു ആഘോഷമായിട്ട് തന്നെയായിരുന്നു. അമ്പലപ്പുഴക്കാരുടെ രഥത്തിലാണ് വളരെ അലങ്കരിച്ച് എല്ലാം നമ്മളത് ഇവിടുന്ന് കൊണ്ടുവന്നത്. അന്ന് ഈ ജയറാം, നമ്മുടെ പത്മകുമാർ സാറ്, അവരെ ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്, അവരെല്ലാം വന്നിരുന്നു. ഇളമ്പള്ളി ക്ഷേത്രത്തിൽ സ്വീകരണമൊരുക്കിയതിൽ ക്ഷേത്രത്തിന് യാതൊരു പങ്കുമില്ലെന്ന് പള്ളിക്കത്തോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി അഞ്ചാനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണം പൂശാൻ ബാംഗ്ലൂരിലെ വ്യവസായി അജികുമാർ പണം മുടക്കിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി അദ്ദേഹത്തിന്റെ സഹോദരൻ മൂവാറ്റുപുഴ സ്വദേശി അനിൽ രംഗത്ത് വന്നു. ഞാൻ ഇവനോട് ചോദിച്ചു, നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു 35 ലക്ഷം രൂപയോളം മുടക്കുണ്ട്. ഒന്നെങ്കിൽ പുള്ളി ബാംഗ്ലൂർ വെച്ചുള്ള അമ്പലമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഭാര്യ സഹോദരൻ വഴിയായിരിക്കും. റിപ്പോർട്ടർ, കോട്ടയം.